എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 16 ശ്ലോകം 17, 18, 19, 20, 21, 22, 23, 24, 25, 26 10 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. പരശുരാമൻ മഴവും കൊണ്ട് മാഹിഷ്മതിയിൽ ചെന്നിട്ട് അർജുനപുത്രന്മാരെ വധിച്ച കാര്യങ്ങൾ പറയണം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. ഗത്വാ മാഹിഷ്മതിം രാമോ ബ്രഹ്മഘ്നവിഹതശ്രിയം തേഷാം ശീർഷഭീരാജൻ മധ്യേ ചക്രേ മഹാഗിരിം. രാജൻ, ഹേ രാജാവേ, സ രാമ, ആ രാമൻ, ബ്രഹ്മഘ്ന വിഹതശ്രിയം, ബ്രഹ്മഘ്നന്മാർ നിമിത്തം വിഹനിക്കപ്പെട്ട ശ്രീയോടുകൂടിയ മാഹിഷ്മതിയെ ഗത്വ ഗമിച്ചിട്ട് തേഷാം ശീർഷഭി അവരുടെ ശിരസ്സുകൾ കൊണ്ട് മധ്യത്തിൽ മഹാഗിരിം ചക്രേ മഹാപർവ്വതത്തെ ഉണ്ടാക്കി. ഹേ രാജൻ, ആ രാമൻ മാഹിഷ്മതിയിൽ കടന്ന്, അത്രയും ശ്രീ ആണ് ആ മാഹിഷ്മതി എന്ന് പറഞ്ഞ സ്ഥലത്ത്. പക്ഷേ അങ്ങനെ ധർമ്മം രഹിതരായിട്ട് ജീവിക്കുന്ന ആ ക്ഷത്രിയന്മാരെ, അർജുനപുത്രന്മാരുടെ ശിരസ്സുകള് അങ്ങോട്ട് ഖണ്ഡിച്ച് മല പോലെ അങ്ങോട്ട് കൂട്ടിന്നാ പറയുന്നത്. ജമദഗ്നിയാകുന്ന ആ ഉത്തമ ബ്രാഹ്മണനെ വധിച്ച ദോഷം കൊണ്ട് തന്നെയാണ് അവർക്ക് ഈ നാശം നേരിട്ടത്. രാമൻ ഒരു നിമിത്തം മാത്രം. അത്രയും ഒരു ഉത്തമ ബ്രാഹ്മണന് ആയിരുന്നില്ലേ അദ്ദേഹം? അത്ര പാപല്ലേ അവര് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനെ ഒരു കഷ്ടം വന്നത് എന്ന് പറയുന്നു, നാശം നേരിട്ടത്. തദ്രക്തേന നദീം ഘോരാം അബ്രഹ്മണ്യഭയാവഹാം ഹേതും കൃത്വാ പിതൃവധം ക്ഷത്രേ അമംഗളകാരിണി. ത്രിസപ്തകൃത്വ പൃഥിവീം കൃത്വാ നിക്ഷത്രിയാം പ്രഭു സമന്തപഞ്ചകേ ചക്രേ ശോണിതോദാൻ ഹൃദാൻ നൃപ. ക്ഷത്രേ, ക്ഷത്രം, അമംഗളകാരിണി, അന്യായത്തിൽ പ്രവർത്തിക്കും വിഷയത്തിൽ പിതൃവധം ഹേതും കൃത്വ, പിതൃവധത്തെ ഹേതുവാക്കിയിട്ട് ത്രിസപ്തകൃത്വ 21 പ്രാവശ്യം പൃഥ്വിയും ഭൂമിയെ നിക്ഷത്രിയാം കൃത്വ ക്ഷത്രിയ ബീജരഹിതമാക്കി ചെയ്തിട്ട് തദ്രക്തേന അവരുടെ രക്തം കൊണ്ട് അബ്രഹ്മണ്യഭയാവഹാം ബ്രാഹ്മണ ഭക്തിരഹിതന്മാർക്ക് ഭയം ജനിപ്പിക്കുന്നതായ ഘോരാം നദിയും ഭയങ്കര നദിയെയും ശോണിതോദാൻ രക്തജലങ്ങളോടുകൂടിയ ഹൃദാൻ ഹൃദങ്ങളെയും പ്രഭു സമർത്ഥനായ രാമൻ സമന്തപഞ്ചകേ ചക്രേ സമന്തപഞ്ചകത്തിൽ ചെയ്തു. ഇത്ര അധികം ക്ഷത്രിയരെ വധിക്കുമ്പോ അങ്ങനെ ചോര പുഴയല്ലേ. അങ്ങനെ ആ രക്തം കൊണ്ട് ബ്രാഹ്മണ ഭക്തിഹീനന്മാർക്ക് ഭയം ജനിപ്പിക്കുന്ന, ഇതങ്ങോട്ട് കാണുമ്പോ അവർക്കൊരു ഭയം തോന്നണം, ഇനി ബ്രാഹ്മണരെ ഉപദ്രവിക്കില്ല. അങ്ങനെ ഒരു അതിഭയങ്കര ഒരു നദി അങ്ങോട്ട് നിർമ്മിച്ചു പരശുരാമൻ. പിന്നെതാ 21 പ്രാവശ്യം ഭൂമിയിലുള്ള ക്ഷത്രിയന്മാരെ അങ്ങോട്ട് കണ്ട അപ്പ വെട്ടി കൊല്ലുകയും അങ്ങനെ മൂലത്തോടെ നശിപ്പിച്ചു. ഒരാള് ചെയ്ത അപരാധം കൊണ്ട് ഈ സകല ക്ഷത്രിയന്മാരെ എന്തിനാ അങ്ങനെ അന്യായമല്ലേ അത് ചെയ്യണത് എന്ന് ശങ്കിക്കണ്ട എന്ന് പറയണു. അന്നുണ്ടായിരുന്ന ക്ഷത്രിയ കുലം മുഴുവനും എന്ന് തന്നെ പറയട്ടെ, ന്യായരഹിതമായ പ്രവൃത്തിയിൽ രസിക്കണ ആളുകളായിരുന്നു അവര്. ധർമ്മം എന്നുള്ളത് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ കുലത്തെ സംഹരിക്കുന്നത് ലോകഹിതമാണെന്ന് ഭഗവാനാൻ തന്നെയാണല്ലോ പരശുരാമനായിട്ട് അവതരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പരശുരാമ അവതാരം. തന്റെ പിതാവിന്റെ വധം അതിനൊരു കാരണമായിട്ട് ഭവിച്ചു എന്ന് മാത്രം എന്ന് പറയണു ശ്രീശുഖ ബ്രഹ്മർഷി. അല്ലയോ രാജാവേ, ക്ഷത്രിയ വധം നിമിത്തമുണ്ടായ ആ രക്തനദിയില് എവിടെയായിട്ട് സമന്ത പഞ്ചകം എന്നു പേരായ സ്ഥലത്ത് രക്തജലം നിറഞ്ഞിരിക്കുന്ന 5 രഥങ്ങളെയും നിർമ്മിച്ചു. 5 തടാകങ്ങൾ ഇവരുടെ രക്തം കൊണ്ട് പരശുരാമൻ നിർമ്മിച്ചു. വിദുക്കായേന സന്ധായ ശിരാദായ ബർഹിഷി സർവദേവമയം ദേവം ആത്മാനമയ ജന്മഖൈഹി. വിദുശിര, പിതാവിന്റെ ശിരസിനെ ആദായ എടുത്തിട്ട്, കായേന സന്ധായ ശരീരത്തോട് യോജിപ്പിച്ചിട്ട്, സർവദേവമയം സർവദേവസ്വരൂപനും ആത്മാനും ആത്മാവുമായ ദേവം ദേവനെ മഖൈഹി യാഗങ്ങൾ കൊണ്ട് ബർഹിഷി അഗ്നിയിൽ അയജൻ യജിച്ചു. പിന്നെതാ രാമൻ
തന്റെ പിതാവിന്റെ ശിരസിനെ അർജുനപുത്രന്മാരിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ട് ആ പിതൃശരീരത്തോടുകൂടി യോജിപ്പിച്ചു ആ ശിരസ്. പിന്നെ ഉത്കൃഷ്ടമായ അനേകം യാഗങ്ങൾ ചെയ്ത് ഭഗവാനെ, സർവാത്മാവും സർവദേവസ്വരൂപനുമായ ദേവനെ നല്ലോണം ഭഗവാനെ അങ്ങോട്ട് അഗ്നിയില് ആരാധിച്ചു. ദദൗ പ്രാചീം ദിശം ഹോത്രേ ബ്രഹ്മണേ ദക്ഷിണാം ദിശം അധ്വർയവേ പ്രതീചിം വൈ ഉൽഗാത്രേ ഉത്തരാം ദിശം. ഹോത്രേ ഹോതാവിനായിക്കൊണ്ട്, പ്രാചീം ദിശം കിഴക്കുദിക്കിനെയും, ബ്രഹ്മണെ ബ്രഹ്മനായിക്കൊണ്ട്, ദക്ഷിണാം ദിശം തെക്കുദിക്കിനെയും, അധ്വര്യവേ അധ്വര്യവനായിക്കൊണ്ട്, പ്രതീചീം ദിശം പടിഞ്ഞാറ് ദിക്കിനെയും, ഉത്ഗാത്രേ ഉദ്ഗാതാവിനായിക്കൊണ്ട്, ഉത്തരാം ദിശം വടക്കു ദിക്കിനെയും ദദൗ ദാനം ചെയ്തു. യജ്ഞം കഴിഞ്ഞിട്ടുള്ള ദാനം ചെയ്യലുണ്ട്. അത് ഹോതാവിന് കിഴക്ക് ദിക്കിലുള്ള ഭൂമിയെ മുഴുവൻ കൊടുത്തു, ബ്രഹ്മന് തെക്ക് ദിക്കിലുള്ളതിന് കൊടുത്തു, അധ്വര്യവിന് പടിഞ്ഞാറേ ദിക്കിലുള്ളതിനെയും ഉദ്ഗാതാവിന് വടക്കു ദിക്കിലുള്ളതിനെയും ദക്ഷിണയായിട്ട് ദാനം ചെയ്തു. അന്യേഭ്യോ അവാന്തരദിശ കശ്യപായ ച മധ്യത ആര്യാവർത്തമുപദ്രഷ്ടേ സദസ്യേഭ്യസ്തതഃപരം. അന്യേഭ്യ അന്യന്മാർക്കായിക്കൊണ്ട്, അവാന്തരദിശ ഇടയിലുള്ള ദിക്കിലെ ഭൂമികളെയും, കശ്യപായ കശ്യപനായിക്കൊണ്ട്, മധ്യത മധ്യത്തിലുള്ളതിനെയും, ഉപദ്രഷ്ടേ ഉപദ്രഷ്ടാവിനായിക്കൊണ്ട്, ആര്യാവർത്തം ആര്യാവർത്തത്തെയും, സദസ്യേഭ്യ സദസ്സിലുള്ളവർക്കായിക്കൊണ്ട്, തതഃപരം ബാക്കിയുള്ളതിനെയും ദദൗ ദാനം ചെയ്തു. പിന്നെ ബാക്കിയുള്ള ഭൂമി ഒക്കെ മറ്റുള്ളവർക്ക്, 4 കോണുകളിലുള്ള രാജ്യങ്ങളെ ഒക്കെ മറ്റുള്ളവർക്ക് കൊടുത്തു. കശ്യപന് മധ്യഭൂമി കൊടുത്തു, ഉപദ്രഷ്ടാവിന് ആര്യാവർത്തത്തെയും ബാക്കിയുള്ള ഭാഗം സദസ്യന്മാർക്കും നൽകി. തതശ്ച അവഭൃതസ്നാനവിധൂതാശേഷകിൽബിഷ സരസ്വത്യാം ബ്രഹ്മനദ്യാം രേജേ വ്യഭ്രൈവാംശുമാൻ. തദാനന്തരം ബ്രഹ്മനദ്യാം സരസ്വത്യാം ബ്രഹ്മനദിയായ സരസ്വതിയിൽ അവഭൃത സ്നാന വിധൂതാശേഷ കിൽബിഷ ദീക്ഷാനന്തര സ്നാനത്താൽ നശിപ്പിക്കപ്പെട്ട സകല പാപത്തോടും കൂടിയവനായിട്ട് വ്യഭ്ര അംശുമാനിവ മേഘമറവില്ലാത്ത സൂര്യൻ എന്ന പോലെ രേജെ ശോഭിച്ചു. ആ ദക്ഷിണയൊക്കെ ചെയ്തിട്ട് ആ ബ്രഹ്മാവാകുന്ന അധിഷ്ഠാന ദേവതയോടുകൂടിയ സരസ്വതി നദിയില് വ്രതാവസാനത്തില് അനുസരിക്കേണ്ടതായ അവഭൃത സ്നാനം ചെയ്തു. ഇവിടേക്ക് പരശുരാമന്റെ സകല പാപങ്ങളിൽ നിന്നും വിമുക്തനായി അദ്ദേഹം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ എല്ലാ പാപത്തിൽ നിന്നും വിമുക്തനായ ആ രാമൻ മേഘത്തിന്റെ മറവൊന്നുമില്ലാത്ത പ്രകാശിക്കുന്ന സൂര്യനെ പോലെ, മേഘത്തിന്റെ മറവില്ലാതെ സൂര്യൻ നന്നായിട്ട് പ്രകാശിക്കുക, അതുപോലെ ശോഭിച്ചു പരശുരാമൻ എന്നാണ് പറയുന്നത്. സ്വദേഹം ജമദക്തിസ്തു ലബ്ധ്വാ സംജ്ഞാനലക്ഷണം ഋഷീണാം മണ്ഡലേ സോഭൂത് സപ്തമോ രാമപൂജിത. സ ജമദഗ്നിത്തു ആ ജമദഗ്നിയാകട്ടെ സംജ്ഞാനലക്ഷണം സ്മൃതി ചൈതന്യമാകുന്ന ലക്ഷണത്തോടു കൂടിയ സ്വദേഹം ലബ്ധ്വാ സ്വദേശത്തെ ലഭിച്ചിട്ട് ഋഷീണാം മണ്ഡലേ ഋഷികളുടെ മണ്ഡലത്തിൽ സപ്തമ ഏഴാമത്തവനും രാമപൂജിത രാമനാൽ പൂജിക്കപ്പെട്ടവനുമായിട്ട് അഭൂത ഭവിച്ചു. ആ യജ്ഞദേവത പ്രസാദിച്ചപ്പോ ജമദഗ്നിക്ക് ദേഹം ലഭിച്ചു. ഇത്രയും നല്ല യാഗമാണ് പരശുരാമൻ ചെയ്തത്. പിന്നെ ബോധം വന്നു അദ്ദേഹത്തിന്. അങ്ങനെ രാമനാൽ പൂജിക്കപ്പെട്ടവനും ഋഷിമണ്ഡലത്തിലുള്ള 7 പേരിൽ ഒരുവനുമായിട്ട് ഭവിച്ചു. സപ്തർഷികളിൽ ഒരാളായിട്ട്. ആരൊക്കെയാണ് സപ്തർഷികള്? കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജൻ. ഇവരാണ് 7 പേര് സപ്തർഷികൾ. ജാമദഗ്ന്യോപി ഭഗവാൻ രാമകമലലോചന ആഗാമിന്യന്തരേ രാജൻ വർത്തയിഷ്യതി വൈ ബൃഹത്. കമലലോചന താമരദള നേത്രനും ഭഗവാൻ ജാമദഗ്ന്യ രാമ അപി ഭഗവാനും ജമദഗ്നി പുത്രനുമായ രാമൻ രാജൻ ഹേ രാജാവേ ആഗാമിനി അന്തരെ വരുന്ന മന്വന്തരത്തിൽ ബൃഹത്ത് വേദത്തെ വർത്തയിഷ്യതി പ്രവർത്തിപ്പിക്കും. ശുഖബ്രഹ്മർഷി പറയണു, ഹേ രാജൻ താമരദളം പോലെ മനോഹര നേത്രങ്ങളോടുകൂടിയവനും ഭഗവാന്റെ അവതാരവുമായ ഈ പരശുരാമൻ വരുന്ന മന്വന്തരത്തില് വേദപ്രവർത്തകന്മാരായ സപ്തർഷികളിൽ ഒരുവനായിട്ട് ഭവിക്കും.
ആസ്തേ അദ്യാപി മഹേന്ദ്രാദ്രൗ ന്യസ്തദണ്ഡ പ്രശാന്തധീഃ ഉപഗീയമാനചരിത സിദ്ധഗന്ധർവചാരണൈഃ. ന്യസ്തദണ്ഡ ഹിംസയെ ഉപേക്ഷിച്ചവനും പ്രശാന്തധി പ്രകർഷേണ ശാന്തയായ ബുദ്ധിയോടുകൂടിയവനും സിദ്ധ ഗന്ധർവചാരണൈഃ സിദ്ധന്മാര് ഗന്ധർവന്മാര് ചാരണന്മാര് ഇവരാൽ ഉപഗീയമാന ചരിത കീർത്തിക്കപ്പെടുന്ന ചരിതത്തോടുകൂടിയവനുമായിട്ട് മഹേന്ദ്രാദ്രിയിൽ അദ്യാപി ആസ്തേ ഇപ്പോഴും വസിക്കുന്നു. പിന്നെ ആ ക്ഷത്രിയ വധമൊക്കെ ചെയ്തതിന്റെ പാവെല്ലാം നശിച്ചു. രാമന്റെ ആ യാഗങ്ങളെല്ലാം ചെയ്തു അവഭൃത സ്നാനം ചെയ്തതോടുകൂടി പിന്നെതാ ഒരു ഹിംസ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഉള്ള ദോഷങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പരമശാന്തിയെ ആശ്രയിച്ചും കൊണ്ട് ആ രാമൻ മഹേന്ദ്ര പർവ്വതത്തിലെ ഇപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് സിദ്ധന്മാര് ഗന്ധർവന്മാര് ചാരണന്മാര് മുതലായവര് രാമചരിതത്തെ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ട് ഇരിക്കണു. പരശുരാമൻ നേടിത്തന്നതാണെന്ന് പറയല്ലോ നമ്മുടെ കേരളം. മഴ എറിഞ്ഞിട്ട് അതാ മുങ്ങിക്കിടന്നത്, ആ സമുദ്രത്തില് മുങ്ങിക്കിടന്നതായിട്ടുള്ള നമ്മുടെ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ പരശുരാമൻ. കേരളീയർക്ക് ഏറ്റവും സ്മരിക്കപ്പെടേണ്ട ആളാണ് പരശുരാമൻ. ആ പരശുരാമനെ വന്ദിച്ചുകൊണ്ട് നിർത്താം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.